എക്സസൈസ് 1.1 അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ 9 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ കാണുക. നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഷോ ദാറ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഈച്ച് ഓഫ് ദ റിലേഷൻസ് ആർ ഇൻ ദ സെറ്റ് എ ഈക്വൽ ടു x belongs to z such that 0 less than or equal to x less than or equal to 12. 0 മുതൽ 12 വരെയുള്ള ഓർഡേഡ് 12 വരെയുള്ള ഇൻറ്റിജേഴ്സാണ് ഇതിനകത്ത് വരിക. given by r equal to set ordered pair ab such that modulus of a minus b is a multiple of 4 എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് r equal to set ordered pair ab such that a equal to b. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമുക്ക് ആദ്യം ചെയ്യാവുന്നത്. ഇവിടെ ആ ക്വസ്റ്റ്യൻ ഒരു എക്സ്ട്രാ ഒരു പോർഷനൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ആദ്യത്തെ എടുക്കുന്നു. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 4 വരണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എ എന്ന് പറയുന്നത് 1 to 12 ആണ് ഇവിടുത്തെ ഓർഡേഡ് പേഴ്സ്. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒരു ആർബിട്രറി എലമെൻറ്റ് എക്കകത്തുള്ള ഒരു ആർബിട്രറി എലമെൻറ്റ് സ്മോൾ എ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് എയുടെ വാല്യൂ 0 ആണ്. മോഡുലസ് ഓഫ് 0 തന്നെയാണ്, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് നമുക്ക് പറയാം. സോ എ ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് പറയാം. സോ ഈസ് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇത് സിമെട്രിക് ആണ്, കാരണം എ ബി എന്ന ഓർഡേഡ് പെയർ ആറിനകത്തുണ്ട്, ആറെന്ന റിലേഷനകത്തുണ്ടെന്ന് അസ്യൂം ചെയ്യുക. എ ബി ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്. സോ തിരിച്ചു പറഞ്ഞാൽ ശരിയാണ്, മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഡിവിസിബിൾ ബൈ 4. സോ ബി എ ബിലോങ്സ് ടു ആർ. എ മൈനസ് ബിയുടെ വാല്യൂ 4 എന്ന് കരുതുക. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബിയുടെ വാല്യൂ 4 തന്നെ. മോഡുലസ് ഓഫ് ബി മൈനസ് എയുടെ വാല്യൂ -4. സോ മോഡുലസ് എടുക്കുമ്പോഴത്തേക്കും വീണ്ടും 4 തന്നെ. ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടുന്നു. സോ ഈസ് സിമെട്രിക് എന്ന് നമുക്ക് കിട്ടുന്നു. 3 ആർ ഈസ് ട്രാൻസിറ്റീവ്. എ ബിയും ബി സിയും ആറിനകത്തുണ്ടെന്ന് അസ്യൂം ചെയ്യുക. എ ബിയും ബി സിയും ഉള്ളത് കൊണ്ട്, എ ബി ഉള്ളത് കൊണ്ട് മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 2 ബി മൈനസ് സി, മോഡുലസ് ഓഫ് ബി മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് എ മൈനസ് സി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് കിട്ടുന്നു. ഈക്വൽ ടു 2 മൾട്ടിപ്പിൾസ് ഓഫ് 4ൻ്റെ സമ്മായിട്ട് വരുന്നു. സോ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് കിട്ടുന്നു. സോ ഈസ് ട്രാൻസിറ്റീവ്. എ സി ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് കിട്ടുന്നു. സോ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ആ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം, ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് റിലേറ്റഡ് ടു 1 ഇൻ ഈച്ച് കേസ്. 1 റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 1 റിലേറ്റഡ് ആവുക എന്ന് വെച്ചാൽ 1ൽ നിന്ന് കുറയ്ക്കുമ്പോൾ വരുന്ന സംഖ്യ 4 വെച്ച് ഡിവിസിബിൾ ആണ് എന്ന് ആവണം. അപ്പോൾ 1ൻ്റെ കൂടെ വരാവുന്നത് 11 വരാം, അല്ലേ, 15 വരാം, 19 വരാം. അപ്പോൾ ഈ 3 എണ്ണമാണ് ഇതിൻ്റെ കൂടെ വരിക. സോ 1 റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1, 5, 9 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് ഇതേ സെറ്റ് തന്നെയാണ്. അവിടെ വന്നിട്ടുള്ള റിലേഷൻ ഇതാണ്. ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി എന്നുള്ളതാണ്. എയും ബിയും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്നത് സെയിം എലമെൻറ്റ്സ് മാത്രമാണ് വരിക. 1, 1, 0, 0, 1, 1, 2, 2, 3, 3 ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് മാത്രമാണ് ഇത് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് റിഫ്ലെക്സീവ് ആയിരിക്കും, കാരണം എ എന്ന ടൈപ്പ് ഓർഡേഡ് പെയർസ് ഇതിനകത്തുണ്ട്. സോ ഇത് റിഫ്ലെക്സീവ് ആയിരിക്കും. ഇത് സിമെട്രിക് ആയിരിക്കും, കാരണം എ ബി എന്ന ഓർഡേഡ് പെയർ ഇതിനകത്തുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. എ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈക്വൽ ടു എ ആണ്. സോ ബി എ ബിലോങ്സ് ടു ആർ ആണ്. സോ ഈസ് സിമെട്രിക് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. 3 ഇത് ട്രാൻസിറ്റീവ് ആണ്. എ ബിയും ബി സിയും ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. എ ഈക്വൽ ടു ബി ആണ്, ബി ഈക്വൽ ടു സി ആണ്. സോ നമുക്ക് പറയാം എ ഈക്വൽ ടു സി ആണ്. സോ എ സി ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നു. സോ ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇനി 1 റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എ ഈക്വൽ ടു ബി എന്ന കണ്ടീഷൻ ആയതുകൊണ്ട് 1 മാത്രമേ 1 റിലേറ്റഡ് ആവുകയുള്ളൂ. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ വിച്ച് ഈസ്, ഈ ഓരോ ഓപ്ഷനുമുള്ള എക്സാമ്പിൾസ് തരാനാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുക.
ആദ്യത്തേത് കൺസിഡർ ദ റിലേഷൻ ഓൺ ദ സെറ്റ് എ ഈക്വൽ ടു 1 2 3. ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സാധാരണ എക്സാമിനൊക്കെ ചിലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു സെറ്റിൽ 2 എലമെൻസോ 3 എലമെൻസോ ഉള്ള ഒരു സെറ്റിനകത്ത് നമുക്ക് എന്ത് ടൈപ്പ് റിലേഷനാണോ വേണ്ടത് അതിൻ്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈപ്പ് റിലേഷൻ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെത്തേഡ്. നമ്മൾ ആലോചിക്കണം, റിഫ്ലെക്സീവ് ആവണോ എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, സിമെട്രിക് ആവണോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, ട്രാൻസിറ്റീവ് ആവണ്ടയോ എങ്കിൽ ട്രാൻസിറ്റീവ് ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ ആ റിലേഷനകത്ത് ചെയ്യുക. അതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റിനകത്ത് സിമെട്രിക് ആയിരിക്കണം, പക്ഷേ റിഫ്ലെക്സീവ് ആവാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആവാനും പാടില്ല. ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ആദ്യത്തേത് ആർ ഈക്വൽ ടു 1 2 2 1. ഈ 2 എലമെൻറ്റ്സ് മാത്രമേ അതിനകത്തുള്ളൂ. 1 2 2 1. ഇത് റിഫ്ലെക്സീവ് അല്ല, കാരണം 1 1 2 2 മുതലായ ഓഡിറ്റ് പേസ് ഒന്നും ഇതിനകത്തില്ല. 2 ഇത് സിമെട്രിക് ആണ്. 1 2 റിവേഴ്സ് ചെയ്താൽ 2 1 കിട്ടുന്നു, സിമെട്രിക് ആണ്. 3 ഇത് ട്രാൻസിറ്റീവ് അല്ല. 1 2 2 1 വന്നുകൊണ്ട് 1 1 2 2 കൂടെ വരേണ്ടതാണ്, അത് വന്നിട്ടില്ല. സോ നമ്മുടെ എക്സാമ്പിളായി കഴിഞ്ഞു. രണ്ടാമത്തേത് ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷേ റിഫ്ലെക്സീവ് ആവാനും പാടില്ല, സിമെട്രിക് ആവാനും പാടില്ല. ഞാൻ എടുത്തിരിക്കുന്ന 1 2 എന്ന ഓർഡേഡ് പെയർ മാത്രമാണ്. അപ്പോൾ അത് റിഫ്ലെക്സീവ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്, സിമെട്രിക്കും അല്ല എന്നുള്ള വ്യക്തമാണ്. 1 2 ഉണ്ടായിട്ട് 2 1 വന്നിട്ടില്ല, പക്ഷേ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയുക? ഇത് ABBC എന്ന ടൈപ്പ് ഓർഡേഡ് പേഴ്സ് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഇത് ട്രിവിയലി ട്രാൻസിറ്റീവ് ആണ്. മൂന്നാമത്തേത് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. ഞാൻ എഴുതിയിരിക്കുന്ന ഇതാണ് 1 1 2 2 3 3, 1 2 2 1 2 3 3 2. ഇത് വ്യക്തമാണ്. 1 1 2 2 3 3 വന്നതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. ദെൻ സെക്കൻഡ് പാർട്ടിൽ 1 2 2 1 2 3 3 2 രണ്ടും റിവേഴ്സ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് സിമെട്രിക്കും ആണ്, പക്ഷേ ട്രാൻസിറ്റീവ് അല്ല. എന്താ കാര്യം? 1 2 2 1 1 2 2 3 അതിനകത്തുണ്ട്, പക്ഷേ 1 3 അതിനകത്ത് വന്നിട്ടില്ല, അതുകൊണ്ടാണത് ട്രാൻസിറ്റീവ് ആവാതെ പോയത്. നാലാമത്തേത് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷേ സിമെട്രിക് ആവാൻ പാടില്ല. എക്സാമ്പിൾ ഇതാണ് 1 1 2 2 3 3 1 2. റിഫ്ലെക്സീവ് ആണെന്ന് വ്യക്തമാണ്, ട്രാൻസിറ്റീവ് ആണ്, കാരണം ട്രാൻസിറ്റീവ് ചെയ്യുന്ന ടൈപ്പ് ഓർഡേഡ് പേഴ്സ് ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ സിമെട്രിക് അല്ലാത്തതിൻ്റെ കാരണം 1 2 വന്നു, പക്ഷേ 2 1 വരാത്തത് കൊണ്ടാണ്. ലാസ്റ്റ് 1 സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. 1 1 2 2 ആണ് എഴുതി വച്ചേക്കുക. അത് റിഫ്ലെക്സീവ് അല്ലാത്തതിൻ്റെ കാരണം 3 3 വരാത്തതാണ്, പക്ഷേ അത് സിമെട്രിക് ആണെന്ന് വ്യക്തമാണ്, ട്രാൻസിറ്റീവ് ആണ് ട്രിവിയലി, കാരണം ട്രാൻസിറ്റീവ് ചെയ്യുന്ന ടൈപ്പ് ഓർഡേഡ് പേഴ്സ് അതിനകത്തില്ല. സോ ഈ രീതിയിൽ ആവശ്യമായ രീതിയിൽ എക്സാമ്പിൾസ് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുക, ആവശ്യമനുസരിച്ച് അതിനെ കൺസ്ട്രക്ട് ചെയ്ത് വയ്ക്കുകയാണ് വേണ്ടത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഓഫ് എ ഓഫ് പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ given by r equal to set ordered pair PQ such that distance of the point P from the origin is same as the distance of the point Q from the origin is an equivalence relation. സെക്കൻഡ് പാർട്ട് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ വരികയാണെങ്കിലാണ് PQ എന്നീ പോയിൻറ്റ്സ് തമ്മിൽ റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുക. സോ ഇത് സ്വാഭാവികമായിട്ടും റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഒറിജിനായിട്ട് എടുത്താൽ PQ എന്ന ഓർഡേഡ് പെയർ അതിനകത്ത് വരാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് OP ഈക്വൽ ടു OQ ആണ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. then ഇത് റിഫ്ലെക്സീവ് ആണ്, കാരണം OP ഈക്വൽ ടു OP ആണ്. സോ P എന്ന ഓർഡേഡ് പെയർ പോയിൻ്റ്, P എന്ന പോയിൻറ്റിനെ സംബന്ധിച്ച് PP എന്ന ഓർഡേഡ് പെയർ എപ്പോഴും അതിനകത്തുണ്ട്. സോ ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. 2 ഇത് സിമെട്രിക് ആണ്. PQ ആറിനകത്തുണ്ടെങ്കിൽ OP ഈക്വൽ ടു OQ ആണ്. OP ഈക്വൽ ടു OQ ആയതുകൊണ്ട് OQ ഈക്വൽ ടു OP ആണ്. സോ QP ബിലോങ്സ് ടു R എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇത് സിമെട്രിക് ആണ്. 3 ട്രാൻസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. PQവും QR ആറിനകത്തുണ്ടെന്ന് കരുതുക. PQ ഉള്ളത് കൊണ്ട് OP ഈക്വൽ ടു OQ ആണ്. QR ഉള്ളത് കൊണ്ട് OQ ഈക്വൽ ടു OR ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ OP ഈക്വൽ ടു OR എന്ന് കിട്ടുന്നു. സോ PR ബിലോങ്സ് ടു R എന്ന് കിട്ടുന്നു. ദെയർഫോർ R ഈസ് ട്രാൻസിറ്റീവ്. സോ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് റിലേറ്റഡ് ടു എ പോയിൻറ്റ് P
ഈസ് ദ സർക്കിൾ പാസിംഗ് ത്രൂ പി വിത്ത് ഒറിജിൻ ആസ് സെൻറ്റർ. പി എന്നൊരു പർട്ടിക്കുലർ പോയിൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒറിജിൻ കേന്ദ്രമായിട്ട് പി കൂടെ പാസ് ചെയ്യുന്ന സർക്കിളായിരിക്കുമെന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അതേ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള അതേ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിൻറ്റ്സുമാണ്. അപ്പോൾ അങ്ങനത്തെ പോയിൻറ്റ്സ് എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പി കൂടെ പാസ് ചെയ്യുന്ന ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ളൊരു സർക്കിളാണ്. ഒറിജിനിൽ നിന്ന് ഓരോ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. എന്ന് വെച്ചാൽ ഒരു സർക്കിളാണ് ഫോം ചെയ്യുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ ട്രയാങ്കിൾസ് as r equal to t1 t2 such that t1 is similar to t2 is an equivalence relation. Then സെക്കൻഡ് പാർട്ട് പിന്നീട് കാണാം. അപ്പോൾ ഇത് ഈസ് സിമിലർ ടു എന്നുള്ള കണ്ടീഷനാണ്. നമുക്കറിയാം ഓരോ ട്രയാങ്കിളും അതിനോട് തന്നെ സിമിലറാണ്. സോ ഇത് റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. 2 t1 t2 ബിലോങ്സ് ടു ആർ എന്ന് അസ്യൂം ചെയ്യുക. ദെൻ t1 ഈസ് സിമിലർ ടു t2 എന്ന് കിട്ടുന്നു. ഉടനെ തിരിച്ച് പറയാം t2 ഈസ് സിമിലർ ടു t2. സോ t1 സോ t2 t1 ബിലോങ്സ് ടു ആർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് സിമെട്രിക്. 3 ഇത് ട്രാൻസിറ്റീവ് ആണ്. t1 t2 t2 t3 ഇത് രണ്ടും അതിനകത്തുണ്ടെന്ന് കരുതുക. സോ t1 സിമിലർ ടു t2 ആണ്, t2 സിമിലർ ടു t3 ആണ്. കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും t1 സിമിലർ ടു t3 എന്ന് കിട്ടുന്നു. ദെയർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനിയത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Consider the 3 right angle triangles T1 with the sides 3, 4, 5, T2 with sides 5, 12, 13 and T3 with sides 6, 8, 10. Which triangles among T1, T2 and T3 are selected, are related? അപ്പോൾ ഇവിടെ 3, 4, 5ഉം 6, 8, 10ഉം തമ്മിൽ സിമിലർ ആണെന്ന് നമുക്ക് കാണാം. സോ ദേ ആർ റിലേറ്റഡ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, show that the relation R defined in the set A of all polygons as R equal to P1, P2. P1 and P2 have the same number of sides is an equivalence relation. അപ്പോൾ ഇവിടെ പോളിഗൺസിനിടയിലുള്ള ഒരു റിലേഷനാണ്. P1, P2 എന്നീ 2 പോളിഗൺസ് റിലേറ്റഡ് ആവാനുള്ള കണ്ടീഷൻ ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും റിഫ്ലെക്സീവ് ആണ്. കാരണം P1 എന്നൊരു ആർബിട്രറി പോളിനോമിയൽ എടുത്താൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. Since they have the same number of sides. So P is related to P എന്ന് കാണാം for every polygon. So is reflexive. And ഇത് സിമെട്രിക് ആണ്. P1, P2 ആറിനകത്തുണ്ടെന്ന് അസ്യൂം ചെയ്യുക. സോ P1നും P2നും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. തിരിച്ചു പറഞ്ഞാൽ P2നും P1നും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. സോ P2, P1 ബിലോങ്സ് ടു R. Therefore R is symmetric. 3 R is transitive. P1, P2ഉം P2, P3യും ആറിനകത്തുണ്ടെന്ന് അസ്യൂം ചെയ്യുക. P1, P2 ഉള്ളതുകൊണ്ട് P1നും P2നും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. P2, P3 ഉള്ളതുകൊണ്ട് P2നും P3ക്കും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ P1നും P3ക്കും സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കിട്ടുന്നു. സോ P1, P3 ബിലോങ്സ് ടു ആർ എന്ന് കിട്ടുന്നു. Therefore R is transitive. ദെൻ ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ റിലേറ്റഡ് ടു ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ T വിത്ത് സൈഡ്സ് 3, 4, 5. 3, 4, 5 സൈഡ്സ് ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോളിഗൺസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് മാത്രമാണ് മാനദണ്ഡം എന്നതുകൊണ്ട് എല്ലാ ട്രയാങ്കിൾസും ഇതിനോട് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് L be the set of all lines in XY plane and R be the relation in L defined as R equal to L1, L2 such that L1 is parallel to L2. നമ്മുടെ ആ തിയറി പാർട്ടിനിടയ്ക്ക് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓരോ ലൈനും അതിനോട് തന്നെ പാരലൽ ആയതുകൊണ്ട് ഇത് XY പ്ലെയിനിലെ ലൈൻസ് എല്ലാം അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്ന് വരും. സോ എല്ലാം അതിനോട് തന്നെ റിലേറ്റഡ് ആയതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. 2 ഇത് സിമെട്രിക് ആണ്. കാരണം L1, L2 എന്ന ഓർഡേഡ് പെയർ അതിനകത്തുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. സോ L1 ഈസ് പാരലൽ ടു L2 ആണ്. L1 പാരലൽ ടു L2 ആണെങ്കിൽ L2 പാരലൽ ടു L1 ആണ്. സോ L2, L1 ബിലോങ്സ് ടു R എന്ന് നമുക്ക് കിട്ടുന്നു. സോ R ഈസ് സിമെട്രിക് എന്ന് നമ്മൾ കാണുന്നു.
3 ഇത് ട്രാൻസിറ്റീവ് ആണ്. L1 L2 എന്ന ഓർഡേഡ് പെയറും L2 L3 എന്ന ഓർഡേഡ് പെയറും ആറിനകത്തുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. സോ L1 ഈസ് പാരലൽ ടു L2 ആൻഡ് L2 ഈസ് പാരലൽ ടു L3 ആണ്. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ L1 ഈസ് പാരലൽ ടു L3 എന്ന് നമുക്ക് കിട്ടുന്നു. സോ L1 L3 ബിലോങ്സ് ടു R എന്ന് കിട്ടുന്നു. ദെയർഫോർ R ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് നമുക്കറിയാം. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഇതാണ് ചോദിച്ചിരിക്കുക. ഷോ ദാറ്റ് R ഈസ് ആൻ ഇക്വിവലൻസ് റിലേഷൻ find the set of all lines related to the line y equal to 2x plus 4. y equal to 2x plus 4 എന്ന ലൈനുമായിട്ട്, ഒരു പർട്ടിക്കുലർ ലൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് എല്ലാം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ y equal to 2x plus 4ന് റിലേറ്റഡ് ആയിട്ടുള്ളത് ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. 2x plus 4 എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ളത് അതിലെ കോൺസ്റ്റൻറ്റ് ടൈമിൽ മാത്രമേ അവിടെ വ്യത്യാസം വരുള്ളൂ. സ്ലോപ്പ് സെയിം തന്നെ വേണം. സോ നമുക്ക് ആ ലൈനെ ഇങ്ങനെ എടുക്കാം. y equal to 2x plus k where k is a constant എന്ന് നമുക്ക് എടുക്കാം. സോ y equal to 2x plus 4 എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് ആർ ഓഫ് ദ ഫോം y equal to 2x plus k where k is a constant. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Let R be the relation in the set A equal to 1 2 3 4 given by R equal to 1 2 2 2 1 1 4 4 1 3 3 3 3 2. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ആർ ഈസ് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദെൻ ഓരോ പ്രോപ്പർട്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. സോ ഇത് 4 4 ഉണ്ട്. ഇത് റിഫ്ലെക്സീവ് ആണെന്ന കാര്യം ഉറച്ചു. ഇത് സിമെട്രിക് ആണോ നോക്കാം. 1 2 എല്ലാം റിവേഴ്സ് ചെയ്യുന്നത് അതിനകത്തില്ല. 1 3 റിവേഴ്സ് ചെയ്താൽ 3 1 കിട്ടാം. 3 1 അതിനകത്തില്ല. സോ ഇത് സിമെട്രിക് അല്ല എന്ന് കാണാം. 3 ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 2 1 3 3 2 1 2 ഉണ്ട്. സോ ട്രാൻസിറ്റ് ചെയ്യാവുന്ന ടൈപ്പ് എല്ലാ ഓർഡേഡ് പേഴ്സും അതിനകത്ത് വന്നിട്ടുണ്ട്. സോ റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്നുള്ളതാണ് ആൻസർ. ബി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് കിട്ടുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഇൻ ദ സെറ്റ് എൻ ഗിവൺ ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എ ബി എ ഈക്വൽ ടു ബി മൈനസ് 2 ബി ഗ്രേറ്റർ ദാൻ 6. ഇൻഡിജേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ ഈക്വൽ ടു ബി മൈനസ് 2 ബി ഗ്രേറ്റർ ദാൻ 6 എന്നുള്ളതാണ് കണ്ടീഷൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ. 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. 2 4 ബിലോങ്സ് ടു ആർ, 3 8 ബിലോങ്സ് ടു ആർ, 6 8 belongs to R, 8 7 belongs to R. B minus 2 A equal to B minus 2 ആവണം. അതായത് സെക്കൻഡ് എൻട്രിയിൽ നിന്ന് 2 കുറച്ചാൽ ഫസ്റ്റ് എൻട്രി കിട്ടണം. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആ കണ്ടീഷൻ ട്രൂ ആണ്. പക്ഷേ ബി ഗ്രേറ്റർ ദാൻ 6 എന്നുള്ള കണ്ടീഷൻ അവിടെ എടുത്തിട്ടില്ല. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മൂന്നാമത്തെ മാത്രമാണ്. 6 8 belongs to R എന്നുള്ളതാണ്. സോ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതോടെ എക്സസൈസ് 1.1 കഴിഞ്ഞു. ഇനി എക്സസൈസ് 1.2 മുമ്പായിട്ടുള്ള തിയറി അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.